തള്ളുന്നവർക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആന കുളിക്കാൻ പോണ കഥ പോലെയാണ്. ചതിക്കപ്പെട്ടിട്ടുണ്ടോ? 100%. ജെന്യുവനായിട്ടല്ലല്ലോ നമ്മുടെ ലോകം. നമ്മൾ ആരോട് എത്ര ജെന്യുവിനിറ്റി കാണിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഈ ആളുകളൊക്കെ അവർക്ക് സ്വാർത്ഥതയാണല്ലോ മുമ്പിലുള്ളത്. അപ്പം സ്നേഹമുള്ളവരുണ്ട്, സത്യസന്ധന്മാർ ഒരു 80% ആണ്. പക്ഷെ ഒരു ബാക്കി 10% അല്ലെങ്കിൽ 20% ആളുകൾ അവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെന്നും മറ്റുള്ളവരുടെ മുറിവല്ല ഇവരുടെ പ്രശ്നം, അവരുടെ ആ സെക്കൻഡ്സിലെ ഹാപ്പിനെസ്സാണ്. അവർ ആ 10 മിനിറ്റ് കൊണ്ട് കിട്ടുന്നൊരു സന്തോഷമാണല്ലോ ഇവർ കാണുന്നത്. ലാസ്റ്റ് ഉള്ളി തൊലി പൊളിച്ച പോലെയാണ്, ഒരു കഥയില്ല. അവസാനം എവിടെയെങ്കിലും കൊണ്ടുപോയി അത് തീർക്കും. എങ്ങനെയെങ്കിലും ഇത് വലിയ ഫുൾ പേജിലായിരിക്കും 4-5 ദിവസം ന്യൂസ്. അവസാനം കൊണ്ടുപോയി പോയിന്റിൽ തീർക്കുക. ലാസ്റ്റ് വന്നിട്ട് ഒരു കണ്ണികയുടെ മൂലയ്ക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ട് പേജിൽ വരുന്ന ന്യൂസ് ഒരു കണ്ണികയുടെ മൂലയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ സ്കൂട്ടി ചെയ്ത് അലിയിച്ച് തീർക്കുക. ഇതാ ചെയ്യണേ. അവരായാലും വല്ല ആനന്ദം കാണുന്നുണ്ടാവും. അതൊന്നും നമ്മുടെ പാർട്ടല്ല. അത് കാണുന്നവർ കാണട്ടെ, അതിന് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ഇടപെടാറോ ഞാൻ യൂട്യൂബ് കാണാറില്ലല്ലോ, ഫേസ്ബുക്ക് പോലും ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ യൂസ് ചെയ്യാറൊന്നുമില്ല. ആരെങ്കിലും ഒരു നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു ചെറിയ പിള്ളേരൊക്കെ കൂടി ഇരിക്കുമ്പോൾ ഒരു മോനൊക്കെ എടുത്തിട്ട് ഒരു പോസ്റ്റ് ചെയ്യും. അതിൽ കൂടുതൽ ഞാനിത് കാണാറില്ല. അതുകൊണ്ടെന്താ, ഇവിടെ എന്ത് ആകാശം ഇടിഞ്ഞ് വീഴുന്നെന്ന് പറഞ്ഞാലും നമ്മളത് അറിയാറ് പോലുമില്ല. എന്തിനത് കാണുന്നത്? നമ്മുടെ ടൈം അതിന് വേണ്ടി വേസ്റ്റ് ആക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഫോൺ തന്നെ ആവശ്യം, കോള് വന്നാൽ യൂസ് ചെയ്യും, അത് മാത്രം എടുക്കും. അത് കൂടുതൽ ഞാൻ ആ സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല. കൂടെ നിന്നവർ ചതിച്ചിട്ടുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ കൂടെ നിന്നവരും കൂടെ പോയവരും എന്നുള്ള രീതിയിലൊന്നുമില്ല. ഞങ്ങൾ 3 പേരും പരസ്പരം എന്തായാലും ജനിച്ചിട്ടില്ല. അതിൽ കൂടുതൽ എൻ്റെ പിന്നെ ഞങ്ങൾ ഫാമിലിയില്ല, ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളോ അല്ലെങ്കിൽ കൂടെ ആരുമില്ല. നമ്മുടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അല്ലേ. ഇപ്പോൾ റിപ്പോർട്ടർ TV 10,000 സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമല്ലേ. എന്തെങ്കിലും ഉണ്ട് പ്രശ്നമുണ്ടോ? ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറയുന്നത്? ഇതൊക്കെ ആർക്ക് ബാധിക്കുന്നു? ആർക്കെങ്കിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു പോളിസി ഉണ്ട്, എപ്പോഴും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. റിപ്പോർട്ടർ, റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ഇങ്ങനെ മീഡിയ ആളുകൾ ഫുള്ളായിട്ട് അവരുടെ മൈൻഡ് 1/2 മണിക്കൂർ മിനിമം കളയേണ്ടേ അല്ലേ? അതെ, 1/2 മണിക്കൂർ. ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ മിനിമം 1/2 മണിക്കൂർ കളയണ്ടേ? 1/2 മണിക്കൂർ നമുക്ക് വേണ്ടി അവർ ചിലവാക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മളെ ഇഷ്ടമാണ്. അത് എന്താ ഞങ്ങൾ പോസിറ്റീവ്, ഞങ്ങളുടെ എനർജി എന്താ? ഇവരുടെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരുകയാണ്. ഇപ്പോൾ എന്താ സംശയം? നരേന്ദ്രമോദിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നു, ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു? ട്രംപിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയട്ടെ എന്ന് ആര് വിചാരിക്കുന്നു? ഇങ്ങനെ ഇപ്പോൾ പറയുന്നവരെ മുഴുവൻ നമ്മൾ നോക്കണോ? ആളുകൾ അങ്ങനെ എന്തൊക്കെ പറയുന്നു, ആളുകൾ അങ്ങനെ എന്തൊക്കെ കേൾക്കുന്നു, നമ്മളതൊക്കെ പറയേണ്ടതോ ഒക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവർ പറയുന്നത്. ഇവർ എവിടെയോ വല്ല ആകാശത്തിൽ നിന്നൊരു കാര്യം എടുക്കുന്നു, അത് ചർച്ച ചെയ്യുന്നു. എങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് അവർ ചർച്ച ചെയ്യട്ടെ. അവർ നെഗറ്റീവ് പറയണോ പോസിറ്റീവ് പറയുന്നവനല്ലേ തീരുമാനിക്കേണ്ടത്. അത് നമ്മളല്ലല്ലോ അവരോടൊന്നും അതിനെ പറയേണ്ടത്. താങ്കൾ എന്തുകൊണ്ട് അത് പറഞ്ഞതെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക, അയാൾ അങ്ങനെ പറയട്ടെ. മറ്റേ ആൾ ചിലപ്പോൾ മറ്റേ രീതിയിൽ തോന്നിയിട്ടുണ്ടാവും, അത് അയാളും പറയട്ടെ. ചിലവർ നമ്മളോട് ഇഷ്ടവും സ്നേഹവും കൂടുതലുള്ളവർ ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ നമ്മളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറയുകയും ചെയ്യുന്നത്. ഒരു കാര്യമില്ലെന്നറിയാം, എന്നാലും ഒന്ന് ഇരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ എന്താ മറ്റവൻ തള്ളിയപ്പിച്ച വലിപ്പം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഴുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മറ്റവൻ തള്ളുന്ന കൂട്ടത്തിൽ ഇവരും കൂടെ തള്ളിക്കോട്ടെ. നമ്മളെവിടെയും വീഴുന്നുണ്ടോ? തള്ളുന്നവർക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആന കുളിക്കാൻ പോണ കഥ പോലെയാണ് അല്ലേ? അത് ഞാൻ വിശദീകരിച്ച കഥ പറയുമ്പോൾ അതിൻ്റെ മോശമുള്ള വീടുകൾ വരും അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ആന പോയി കുളിച്ച് വരുമ്പോഴും ഇവരിവിടെ നിന്ന് ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ആനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ആനയുടെ പുറത്തിരിക്കുന്ന പാപ്പാന് വല്ല കുഴപ്പമുണ്ടോ? കുളിക്കാൻ പോകുമ്പോഴും അവിടെ ആ കഥ തന്നെയാണ്, തിരിച്ചു വരുമ്പോഴും ആ കഥ തന്നെയാണ്. അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആന നിന്റെ പുറത്ത് കുളിക്കാതിരുന്നോ? പാപ്പാന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഇല്ല. അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും കാണണ്ട. രാവിലെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കണ്ണിക ഫുൾ പേജിൽ ന്യൂസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 ചാനലുകൾ നിന്നിട്ട് റിപ്പോർട്ടർ TVക്ക് എതിരെ അടിക്കുന്ന 8 ചാനലുകൾ. എന്തെങ്കിലും പോയോ ഞങ്ങൾക്ക്? അല്ല, അതിൻ്റെ ഇടയ്ക്ക് ആൻഡോ സാറ് ഒരു ചലഞ്ച് വെച്ചിരുന്നു. 6 ചോദ്യങ്ങൾ ഉന്നയിച്ച്. ഞാൻ ആ വാർത്ത ചെയ്താണ്. അതിനെന്തെങ്കിലും തെളിവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ 48 മണിക്കൂർ വെല്ലുവിളിച്ചിട്ട് ആരും വന്നിട്ടില്ലല്ലോ. അതിൽ തെളിവുണ്ടെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. ഇതെല്ലാം വായുവിൽ നിന്നുണ്ടാക്കിയൊരു സാധനമാണ്. ഇവർക്ക് ആർക്കെങ്കിലും ആ ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ? ചലഞ്ച് പോട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതെന്തായാലും ആൻഡോ ഒരു കാര്യം ചലഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ആൻഡോ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞു, ഞങ്ങൾ 3 പേര് ആര് പറഞ്ഞാലും ഒരേപോലെ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞാലും ഒരേപോലെ. ഇപ്പോൾ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരു മെമ്പർ പറയുക ആ ഒരു കാര്യം ശരിയല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഡൗട്ട് അത് ഏറ്റെടുത്തു. അത് റിപ്പോർട്ടർ TVയുടെ ലൈഫ് ബാധ്യതയാണല്ലോ അതിൻ്റെ അകത്ത്. അത്രയും അതിന് കാണേണ്ടുള്ളൂ.
അത് ഏറ്റെടുക്കാൻ ഈ കണ്ട ആളുകൾക്ക് ഒരാൾക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പം അത് ചർച്ചയല്ല. നമ്മൾ അതിന് ആ വിഷയത്തെക്കുറിച്ച് അതിൽ കൂടുതൽ അതിനൊന്നും അദ്ദേഹം അടഞ്ഞു. അത് അവരടങ്ങി തുറക്കുക. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറത്ത് വായിച്ചോട്ടേന്നേ, അവർ മറന്നു പോകാതിരിക്കണം. ഞാൻ നേരത്തെ വേണമല്ലോ. ഞാൻ അതല്ല പറഞ്ഞത്. അവർ പോസിറ്റീവായിട്ട് ഞങ്ങളെക്കുറിച്ച് നെഗറ്റീവോ പോസിറ്റീവോ പറയുന്നതിൻ്റെ ഇഷ്ടമാണ് അതെന്ത് പറയണം എന്നുള്ളത്. ഈ പറയുന്ന ആളുകൾ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു ഫോൺ ചെയ്ത് ഹലോ റോജിയേഴ്സിനല്ലേ, അല്ലേ റോയ് സാർ എന്താ സാറേ ഇങ്ങനെ ഒരു പ്രശ്നം, അല്ലേ എന്താ റോജി ഇങ്ങനെ ഒരു പ്രശ്നം എന്നൊരു ചോദിക്കണ്ടേ. ജീവിതത്തിൽ വൺ ടൈം ഒരു ഫോണിൽ പോലും സംസാരിക്കാത്ത ഒരാൾ, നേരിട്ട് കാണാത്ത ഒരാളെ കുറിച്ച് എങ്ങനെയായിരിക്കും കുറ്റം പറയുക അല്ലെങ്കിൽ നെഗറ്റീവ് പറയുക? ഒരു പ്രാവശ്യം ജസ്റ്റ് അലിയല്ലേ എന്തെങ്കിലും ഒരു സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? അതുപോലും ജീവിതത്തിൽ കാണാത്തവരാ പറയുന്നത്. ആരോ പറയുന്നു, ഞാനെങ്ങനെ ഏറ്റു ചൊല്ലുന്നു. ഇതാണ് അലി ബറാബാസിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് കിടന്ന് കളി. കയ്യഫാസും കൂട്ടരും ആർത്ത് വിളിച്ചു, ഭരണകൂടങ്ങൾ ആർത്ത് വിളിച്ചു, മീഡിയനെയും അന്നത്തെ സാഹചര്യങ്ങൾ മുഴുവൻ ആർത്ത് വിളിച്ചു. എന്തിനാ? കർത്താവിനെ കുരിശത്തറയ്ക്കാനും ബറാബാസിനെ വെറുതെ വിടാനും. കർത്താവ് തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല കുരിശത്തറച്ച, ആണോ? അല്ല. ബറാബാസിന് വിട്ട് കിട്ടുന്നത് അവരുടെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ്? കർത്താവ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? കർത്താവ് എന്താ ചെയ്തത്? ഈശോ എന്താ ചെയ്തത്? യേശു ക്രിസ്തു ഉള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു. അത്ര തെറ്റേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അതിനെന്ത് ചെയ്തു? ബറാബാസിനെ വെറുതെ വിട്ട് കർത്താവിനെ കുരിശെ തറച്ചു കഴിഞ്ഞിട്ടോ ഇവരെന്ത് ചെയ്തു? അയ്യോ അയാൾ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. നല്ല കാര്യമുണ്ടല്ലേ? പക്ഷെ നമ്മൾ ഇവർ ഈ പറഞ്ഞ പോലെ ഒന്ന് ആ കുരിശലൊന്നും നമ്മൾ പോയി വീഴല. കർത്താവ് മരിച്ച പോലെ ഇപ്പം ഞാൻ മരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ ബറാബാസിനെ വിട്ടുകൊടുക്കുക. ഇവർ സമൂഹം, ഞാൻ ചോദിക്കേണ്ട, ഭരണകൂടവും മീഡിയകളും കൂടുതലും ഒരാളെ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, കുറച്ച് പ്ലാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് സോഷ്യൽ മീഡിയ വർക്കേഴ്സ് ആളുകളും അവർക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് മുഴുവൻ ഞങ്ങൾ മറുപടി പറയണോ? ഉണ്ടോ? ആരോപണം ആർക്ക് വേണേലും ഉന്നയിക്കാമല്ലോ. സത്യത്തിൽ ആരോപണം ഉന്നയിക്കണമെന്നാ അത് തെളിയിക്കണ്ടേ അല്ലേ? അതിൻ്റെല്ലേ ആൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ? ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾക്ക് തെളിയിക്കാവോന്നും ഞങ്ങൾ ചോദിച്ചില്ലേ? ഓപ്പണായിട്ട് ചെയ്തില്ലേ? അലിയും ചെയ്യേണ്ടത് ഇതൊന്നും കട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ലൈവ് ചെയ്യുക. എന്താ പ്രശ്നം? നമ്മൾക്ക് തെറ്റായിട്ടൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അലി പേടിക്കണം. നീ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ പറയണം. ഇല്ലെങ്കിൽ എന്തിനാ ഞാൻ പറയുന്നത്? അത് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതിനും വ്യാഖ്യാനിക്കും. ഞാനൊരു തെറ്റിൻ്റെ അകത്തുനിന്ന് ഒരു ശരി എടുത്ത് പറയാൻ പോയാൽ അത് ചെയ്തത് ശരി, അതിൻ്റെ ഇവർ കുറേ തെറ്റുകളാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഞാൻ അതല്ല ഇതാണ് ശരിയെന്ന് പറയാൻ പോയാൽ അവർ ആ ശരിക്കകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കും. അതിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും. എന്തിനത് പറയുന്നത്? ഇപ്പോൾ 2 ദിവസം മുമ്പ് കണ്ടില്ലായിരുന്നു ഞാൻ ഇവിടെ പോയ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പോൾ അറിയാത്തവരെ പിന്നെ അറിയണ്ടെന്ന് ഓർത്തിട്ടല്ല. എന്തിനതിനിപ്പോൾ റിപ്പീറ്റ് ചെയ്യും? വല്ലതുണ്ടോ സത്യം? എന്തെങ്കിലും നീതിയുണ്ടോ ഈ കാര്യത്തിലൊക്കെ? അപ്പോൾ അവർ മുക്കി, ആ വാർത്ത തന്നെ മുക്കി. എന്ത്? മലയാള മനോരമ ഒരു 1 hour ഇട്ടു. 1 hour ഇട്ട വാർത്ത എവിടെ പോയി? 108K ഉണ്ടായിരുന്നു. അത്രയും പേരെ എത്തിയ വാർത്ത എവിടെ പോയി? 1 മണിക്കൂറുണ്ട്. ആ വാർത്ത മുക്കി വിളിച്ചില്ലേ? ബാക്കിയുള്ളവർ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട വശങ്ങൾ മാത്രം കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു. നമ്മളിപ്പം ഒരു സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ വലതുകാല് വെച്ചും കയറാൻ പറ്റില്ല, ഇടതുകാല് വെച്ചും കയറാൻ പറ്റില്ല, ചാടിയും കയറാൻ പറ്റില്ല. വലതുകാല് വെച്ച് പറയാൻ പറയും പുള്ളി വലതുകാല് വെച്ചാൽ കയറിയത്. നേരെ പറഞ്ഞ് ഇടതുകാല് വെച്ച് കയറിയാൽ പറയും ഇടതുകാല് വെച്ച് കയറിയത്. ചാടി കയറിയാൽ പറയും കണ്ടോ ചാടിയെ കയറിയത്. പിന്നെ എങ്ങനെ കയറും? കയറാതിരിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. ഇതൊന്നും ആ രീതി കണ്ടാൽ മതി. ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ടൈം വേസ്റ്റ് ആക്കണോ? നമുക്ക് എന്തൊക്കെ പണിയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് നമ്മൾ കുളിക്കാൻ പോകുന്നത്, കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരും, മറ്റവൻ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിട്ട് അതിന് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്, ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം.